ലല്ലു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറോട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബന്ധമില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ ബന്ധമില്ലാന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ കോണ്ടാക്ട് ഉണ്ട്. ഏത് തരത്തിലുള്ള കോണ്ടാക്ട് ആണ്? മീൻസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കാറ്. കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ലല്ലു വക്കീലാണ്. കേസ് നോക്കുന്നു, കേസ് പിടിക്കുന്നു എന്നൊക്കെ പറയാൻ ലല്ലുവിന് എന്താണ് കേസ് എന്ന് വരെ ഇതറിയോ? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ ഈ ന്യായീകരണം പറയുന്നു? നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നില്ല, എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ഒരു കോളിംഗ് മാത്രമേ ഉള്ളൂ. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ഷിബിലിയുടെ ലൈസൻസും ആധാറും എല്ലാം വരണമെങ്കിൽ ഇത് ഷിബിലിയുടെ ബാഗ് തന്നെയാണ്. കാരണം ഷിബിലിയുടെ അണ്ടർവെയർ ഉൾപ്പെടെ നീ അവിടെ നിന്റെ വീട്ടിൽ കഴുകി ഉണക്കി വിരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാലോ. ഇതെങ്ങനെ ലല്ലുവിന്റെ സാധനങ്ങൾ അവിടെ ടെറസിൽ വന്ന്? നീ അന്ന് എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ മുഴുവൻ രേഖകളും ജാതകവും ഞങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. ഈ ഡ്രസ്സ് ലല്ലുവിന്റെ അല്ലെന്ന് നീ പറയുകയാണെങ്കിൽ ലല്ലുവിന്റെ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഈ വീഡിയോയിൽ നിങ്ങൾ നോക്കുക, ഇതാണ് ലല്ലു ഇട്ടേക്കുന്ന ഡ്രസ്സ്. ഓക്കെ, ആൻഡ് ഈ ഡ്രസ്സ് ഇട്ട വീഡിയോ അവൻ ഇൻസ്റ്റയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കളഞ്ഞു. എനിക്കും ശരിയാവില്ലെന്ന് മാത്രമല്ല പലതും വെളിയിലാവും. മാനാസ് ഒരു സ്ക്രിപ്റ്റ് ചെയ്ത്, ഇതൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ മീൻസ് പോയി എന്ന് പറയുന്നത് വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? നീ എന്റെ ജീവൻ സഫു സ്നേഹിച്ചിട്ടേ ഉള്ളൂ, നിന്നെ മാപ്പതാ പൊന്നു എന്നിപ്പോ നിങ്ങക്ക് മാനാസ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ഇതേ മാനാസ് അല്ലേ നീ ഒളിച്ചൂടി എന്നും പറയുന്നത്? കഥയൊക്കെ നന്നായിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോ ഇതൊക്കെ തന്നെ പറഞ്ഞാൽ മതി. സത്യത്തിൽ നിങ്ങൾ ഞങ്ങളെയൊക്കെ പൊട്ടന്മാരാക്കുക. അല്ല, ഈ എന്ത് ആക്ച്വലി സംഭവിച്ചുകൊണ്ടുള്ളൂ? മാനാസ് ഒരു സൈഡിൽ നീ ഒളിച്ചോടി എന്ന് പറയുന്നു, അതേ മാനാസ് നിന്നെ വീട്ടിലേക്ക് വിളിച്ചു. ഇതാണ് മാനുവിന്റെ ക്യാരക്ടർ. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മറ്റന്മാർ ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഈ ലല്ലു എന്ന് പറയുന്ന ആള് നിങ്ങളുടെ കൂടെ ഇല്ലേ? നിങ്ങളുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കോണ്ടാക്ട് ഉണ്ട്. അതൊക്കെ ഇതിപ്പോ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഏത് രീതിയിലുള്ള കോണ്ടാക്ട് ചോദിക്കുന്നുണ്ടോന്ന് തോന്നുന്നു? ഇല്ല, നോർമലി നമ്മള് കേസും കാര്യങ്ങളൊക്കെ സംസാരിക്കും, അങ്ങനെ ഒരു അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. ഈ നേരത്തെ ഞാൻ പറഞ്ഞ കേസ് കാര്യങ്ങൾ പറയാൻ ഇവൻ വക്കീലല്ലോ. ഇല്ല, ഫുൾ ടൈം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനൊന്നുമില്ല. ഇപ്പൊ എന്നെ രാത്രി എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആണ്. ഇതുവരെ എന്റെ ഫോൺ ബിസി ആയിട്ടില്ലല്ലോ, അങ്ങനെ എനിക്ക് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കാം. തുടക്കം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ വല്ല ക്ലിന്റൺ മൊണീക്കിയ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. ഉസ്മാനെ രക്ഷപ്പെട്ടോ.